പ്രതിയുടെ മകൻ്റെ കല്യാണത്തിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലയിലെ രാഷ്ട്രീയ അന്തരീക്ഷം മലീമസമാക്കാൻ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആരംഭിച്ച യുദ്ധം അതിൻ്റെ ഒന്നാം ഘട്ട പര്യവസാനത്തിൽ എത്തി നിൽക്കുകയാണ്. ഇന്ന് ഈ ജില്ലയിൽ നിന്നുള്ള 4 പേരെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് കെ സുധാകരൻ പുറത്താക്കി എന്ന വാർത്ത ഉണ്ണിത്താൻ്റെ സന്തത സഹചാരിയായിട്ടുള്ള ഒരു സ്ത്രീ പീഡന കേസിൽ പ്രതിയായിട്ടുള്ള നോയലാണ് ഇന്ന് മാധ്യമങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. KPCC ഇത് ഏൽപ്പിക്കാൻ അദ്ദേഹത്തെയാണ് ഉത്തരവാദപ്പെടുത്തിയത് എന്ന അർത്ഥത്തിലാണ് നിങ്ങൾക്ക് മുഴുവൻ അദ്ദേഹമാണ് അത് അയച്ചു തന്നിരിക്കുന്നത്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ യഥാർത്ഥത്തിൽ ഈ പ്രശ്നം പരിഹരിക്കേണ്ട ഒരാളായിരുന്നു. പക്ഷേ അതിന് പകരം അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു, എത്ര ഉന്നതനായാലും ഈ രക്തസാക്ഷികളുമായി ബന്ധപ്പെട്ട കേസിൽ എല്ലാവരെയും പുറത്താക്കണം എന്നാവശ്യപ്പെട്ടു. അതിനെ തുടർന്ന് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ അബോധാവസ്ഥയിൽ പിൻവലിച്ചതാണ് എന്ന ഗുരുതരമായിട്ടുള്ള വ്യക്തിഹത്യ നടത്തുന്ന ആരോപണം ശ്രീ ഉണ്ണിത്താൻ പറയുകയുണ്ടായി. പക്ഷേ എൻ്റെ അബോധാവസ്ഥയിലല്ല അത് ഞാൻ പിൻവലിച്ചത്. കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതലയുള്ള ശ്രീ KC വേണുഗോപാൽ ആ രാത്രിയിൽ എന്നെ നേരിട്ട് വിളിച്ച് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ പോസ്റ്റ് പിൻവലിച്ചത്. അതിനുശേഷം KPCC പരസ്യപ്രസ്താവന പാടില്ല എന്നാവശ്യപ്പെട്ടു. ആ പരസ്യപ്രസ്താവന പാടില്ല എന്ന അർത്ഥത്തിൽ ഞങ്ങളെല്ലാവരും മൗനമായി നിന്നു. പക്ഷേ അദ്ദേഹം തുടർച്ചയായി യോഗങ്ങളിൽ അധിക്ഷേപിച്ചു, മാധ്യമങ്ങളെ നേരിട്ട് വിളിച്ച് അവരുടെ മുമ്പിൽ ഘോരഘോരം ഈ പ്രശ്നത്തെ വഷളാക്കാൻ ബോധപൂർവം ശ്രമിച്ചു. അതിനുശേഷം ഗുരുതരമായിട്ടുള്ള നിരവധി ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചു. CPMമായി ഈ കറക്ക് കമ്പനിക്ക് ബന്ധമുണ്ട് എന്ന രീതിയിൽ അദ്ദേഹം പലതും പറഞ്ഞു. പക്ഷെ ഒന്നുപോലും തെളിയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ഈ കല്യാണത്തിൽ ഇപ്പം ഞങ്ങൾക്ക് ഓരോ ആളുകൾക്കും പങ്കെടുത്തതിന് ഓരോ കാരണമുണ്ട്. ഈ കല്യാണത്തിൽ പങ്കെടുത്തു എന്ന് കമ്മീഷന് മൊഴി നൽകിയിട്ടുള്ള ഒരാളാണ് ഞാൻ. കാരണം എൻ്റെ എറണാകുളത്തുള്ള ആഡ്സ് പാർക്ക് എന്ന് പറയുന്ന അഡ്വർടൈസിങ് കമ്പനിയിൽ നീണ്ട 19 വർഷക്കാലം എന്നോടൊപ്പം ജോലി ചെയ്ത ശ്രീ അജി എന്ന് പറയുന്ന ഈ പ്രതി എന്നാരോപിക്കപ്പെടുന്ന ശ്രീ ബാലകൃഷ്ണൻ്റെ മൂത്ത മകൻ, അദ്ദേഹം എന്നോടൊപ്പമാണ് അത്രയും വർഷം ജോലി ചെയ്തത്. ഈ കേസുമായി ബന്ധപ്പെട്ട ദിവസങ്ങളിലാണ് അദ്ദേഹം എറണാകുളത്ത് നിന്ന് മാറി നാട്ടിലേക്ക് വന്നത്. അപ്പോൾ അവനാണ് എന്നെ കല്യാണം ക്ഷണിച്ചത്. അവൻ്റെ അനുജൻ ആനന്ദകൃഷ്ണൻ പെരിയ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ. ആ ഡോക്ടറും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്താണ്. കഴിഞ്ഞ ഇലക്ഷനിൽ എനിക്ക് ഒരുപാട് സോഷ്യൽ മീഡിയ സപ്പോർട്ട് തന്നിട്ടുള്ള മിടുക്കന്മാരാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കല്യാണത്തിൽ പങ്കെടുക്കണം. അതുകൊണ്ട് ഞാൻ ആ ഓഡിറ്റോറിയത്തിന് പുറത്ത് വെച്ച് അദ്ദേഹത്തെ കണ്ട് ഷെയ്ക്ക് ഹാൻഡ് ചെയ്ത് എല്ലാവരെയും ആശീർവദിച്ചതിന് ശേഷമാണ് ഞാൻ വന്നത്. അങ്ങനെ എല്ലാവരും ഓരോ രീതിയിൽ, ശ്രീ രാജേട്ടനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓഡിറ്റോറിയമാണ്, അദ്ദേഹം ആ ഓഡിറ്റോറിയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്നുള്ള രീതിയിൽ ആ കല്യാണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടുക്കളയുമായി ബന്ധപ്പെട്ട കോർഡിനേഷൻ നടത്തിയിരുന്നു. ഞങ്ങളെല്ലാവരും അതിൽ 45% ആളുകളും കോൺഗ്രസ്സുകാരാണ് ആ കല്യാണത്തിൽ പങ്കെടുത്തത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ കല്യോട്ട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആളുകൾ പോലും ആ കല്യാണത്തിൽ അന്ന് പങ്കെടുത്തിരുന്നു. അതുപോലെ തന്നെ ഈ കല്യാണത്തിന് ഈ വിഭവസമൃദ്ധമായിട്ടുള്ള സദ്യയൊക്കെ വിളമ്പിക്കൊടുത്തു പോലും യൂത്ത് കോൺഗ്രസിൻ്റെ ചെറുപ്പക്കാരാണ്. അപ്പോൾ അത്രമേൽ ഒട്ടും രാഷ്ട്രീയം കലരാതിരുന്ന ഒരു കല്യാണത്തിൻ്റെ റിസപ്ഷൻ, പെരിയയിൽ വെച്ച് നടന്ന റിസപ്ഷനാണ് ഇത്രയും വലിയൊരു ഇഷ്യൂ ആക്കി ഞങ്ങളൊക്കെ രക്തസാക്ഷികൾക്കെതിരാക്കി മാറ്റിയത്. ശ്രീ ഉണ്ണിത്താനോട് പറയാനുള്ളത്, അദ്ദേഹം 1 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിൻ്റെ ഹോണററിയം മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസ് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് നൽകിയത്. അത് അദ്ദേഹം ഫേസ്ബുക്കിലിട്ടു. ഞാനും 25,000 രൂപ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസ് നിർമ്മാണത്തിന് കൊടുത്തിരുന്നു. പക്ഷേ ഞാനത് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടില്ല. ആ ഉണ്ണിത്താൻ ഇത്ര രക്തസാക്ഷികളുടെ ഈ രക്തത്തിൽ നിന്ന് 2 തവണ ഈ മണ്ഡലത്തിൽ വിജയിച്ച ഉണ്ണിത്താൻ 1 നയാ പൈസ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവിടെ ചെലവഴിച്ചിട്ടില്ല. ഞാൻ അദ്ദേഹത്തിന് അന്നും വെല്ലുവിളിച്ചു. അദ്ദേഹം ഈ വീട്ടിൽ വെച്ചാണ് ഞങ്ങൾ യോഗം നടത്തി KPCC പ്രസിഡന്റ് ശ്രീ K സുധാകരനോട് 2 വട്ടം ഈ കേസിനെ സഹായിക്കാൻ ആവശ്യമായിട്ടുള്ള പണം സ്വീകരിച്ചത്. അതിനു മുൻപ് ധീരനായ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഏകദേശം 25 ലക്ഷം രൂപയാണ് ഈ കല്യോട്ട് കേസുമായി ബന്ധപ്പെട്ട ചെലവുകൾക്കായിട്ട് നൽകിയത്. അന്നും ഇന്നും ഈ വാചാടോപമല്ലാതെ 1 നയാ പൈസ ഈ വിദ്വാൻ ഇവിടെ ചെലവഴിച്ചിട്ടില്ല എന്നുള്ളത് പരമമായ ഒരു സത്യമാണ്. അദ്ദേഹം ഇപ്പോൾ ഒരു എന്താ പറയുന്നത്,
അല്പൻ അധികാരം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് കുട പിടിക്കും എന്നൊരവസ്ഥയിലാണ് അദ്ദേഹം നടക്കുന്നത്. ഞങ്ങളൊക്കെ ഒരു പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാൻ അദ്ദേഹം ഇവിടുത്തെ DCC പ്രസിഡന്റിനെ ഭയപ്പെടുത്തി കൂടെ നിർത്തി എത്രയോ ദിവസമായി തിരുവനന്തപുരത്ത് തമ്പടിച്ച് കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പറയാറുണ്ട്, അദ്ദേഹം അവിടെ പഞ്ചായത്ത് മെമ്പറായിട്ടില്ല. അദ്ദേഹം കുണ്ടറയിൽ 35,000 വോട്ടിന് പരാജയപ്പെട്ട ആളാണ്. അദ്ദേഹം പല രീതിയിലുള്ള കേസുകൾക്കും എന്താണ് പറയുന്നത്, ഇമ്മോറലായിട്ടുള്ള പല കേസുകൾക്കും, ഞാനിപ്പോൾ വ്യക്തിഹത്യ നടത്താൻ ആഗ്രഹിക്കുന്നില്ല, അത് നമുക്ക് രണ്ടാം വട്ടമാവും. അത്തരം കേസുകളിൽ പ്രതിയായ ഒരു മനുഷ്യൻ ഈ കാസർഗോട്ട് വന്നപ്പോൾ ഭാഷകളുടെ നാട്ടിൽ വാക്കിൻ്റെ പോരാളി എന്ന് പറയുന്ന ടാഗ് ലൈൻ അത് ഉണ്ടാക്കി കൊടുത്തവനാണ് ഞാൻ. അന്നു മുതൽ ഇന്ന് വരെ അദ്ദേഹത്തോടൊപ്പം നിരന്തരമായി പ്രവർത്തിച്ച് അദ്ദേഹത്തിൻ്റെ ഓരോ സന്നിഗ്ധ ഘട്ടത്തിലും കൂടെ നിന്ന ആളുകളാണ്. പക്ഷേ അദ്ദേഹം ഈ ജില്ലയെ ആകെ തകർത്തു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു പ്രസ്ഥാനത്തെ ഏറ്റവും വലിയ ബ്ലാക്ക് മാജിക്കിൻ്റെ ജില്ലയാക്കി മാറ്റി, ദുർമന്ത്രവാദത്തിൻ്റെ ജില്ലയാക്കി മാറ്റി. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നിന്ന് ദുർമന്ത്രവാദത്തിൻ്റെ പേരിൽ സാധനങ്ങൾ കൊണ്ടുപോയി. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിന്ന് കൊണ്ടുപോയി. ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിനോടൊപ്പം കൂടെ നിൽക്കണം എന്ന വാശിയിൽ എൻ്റെ ഈ വീട്ടിൽ വന്ന് അദ്ദേഹം അറബിക്കിൽ എഴുതിയ തകിടുകൾ ഒരാചാര്യനെ കൊണ്ടുവന്നെടുപ്പിച്ചു. ഞാൻ അന്നും ഇന്നും അതിൽ വിശ്വസിക്കുന്ന ഒരാളല്ലാത്തത് കൊണ്ട് ഞാനത് പുറത്തു പറഞ്ഞില്ല. എന്തിനാ? ഇവിടുത്തെ ഹിന്ദുക്കളെയും മുസ്ലിമുകളായിട്ടുള്ള നേതാക്കന്മാരെ പരസ്പരം അടുപ്പിക്കാൻ. ഇവിടുത്തെ ചില മുസ്ലിം കോൺഗ്രസ് നേതാക്കന്മാരുടെ പേര് അദ്ദേഹം പരസ്യമായി പറഞ്ഞു, ഇദ്ദേഹമാണ് നിൻ്റെ വീട്ടിൽ കുഴിച്ചിട്ടത് എന്ന് പറഞ്ഞു. ആ രീതിയിൽ കാരണം അദ്ദേഹം വരുന്ന സമയം മുതൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഇവിടെ മതപരമായിട്ടുള്ള സംഘർഷത്തിൽ നിന്ന് മുതലെടുക്കുക എന്നുള്ളതാണ്. അതിന് അദ്ദേഹം കുടിമായിച്ചത്. ഞാൻ നിങ്ങളോട് ഈ വാർത്താ സമ്മേളനത്തെ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ പറയുന്ന ഏതെങ്കിലും ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റ്, ആ സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ കുറി മായ്ച്ചത് അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിലുള്ള അലർജിയാണ് എന്ന് തെളിയിച്ചാൽ ഞാൻ കാസർഗോഡ് പ്രസ് ക്ലബിന് എത്ര വലിയ സംഭാവന നൽകാനും തയ്യാറാണ്. അതല്ലെങ്കിൽ ഞാൻ എൻ്റെ പൊതുപ്രവർത്തനം ഇനി ബാക്കിയുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കാൻ തയ്യാറാണ്. അദ്ദേഹത്തിൻ്റെ സ്കിൻ പരിശോധിക്കണം. അത്രയും വലിയൊരു കാട്ടുകള്ളനാണ് ഇദ്ദേഹം. ഈ നാടിനെ ആകെ ഏറ്റവും വലിയ അപമതിപ്പുണ്ടാക്കി, ഇവിടുത്തെ മതസൗഹാർദ്ദത്തിൻ്റെ അന്തരീക്ഷത്തെ ഓരോ ഘട്ടത്തിലും ഇല്ലാതാക്കി, ഈ നാടിനകത്ത് നിന്ന് കറവ പശുവിനെ പോലെ സകലതും കറന്നെടുത്ത ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിനെതിരെയുള്ള യുദ്ധം ഞങ്ങൾ ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. പക്ഷേ എൻ്റെ പാർട്ടിയെ ഒരംശം പോലും പോറലേൽപ്പിക്കാൻ ഞാൻ ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുന്നില്ല. രക്തസാക്ഷികളോടൊപ്പം അന്നു മുതൽ ഇന്ന് വരെ കൂടെ നിന്ന ആളുകളാണ് ഞങ്ങൾ. ആ രക്തസാക്ഷികൾ ആദ്യത്തെ ദിവസം രണ്ടുപേരെയും 2 സ്ഥലത്ത് അടക്കം ചെയ്യാൻ തീരുമാനിച്ചു. രണ്ടുപേരും 2 ജാതിയിൽപ്പെട്ട ആളുകളാണ്. അന്ന് ഞങ്ങൾ നേരിട്ട് പോയി പറഞ്ഞു, 10 സെൻറ്റ് സ്ഥലത്തിൻ്റെ പൈസ തരാം, 2 മക്കളെയും ഒരുമിച്ച് അടക്കം ചെയ്യണം. അന്നു മുതൽ ആരംഭിച്ച യുദ്ധം നിങ്ങൾക്കറിയാമല്ലോ. അഡ്വക്കേറ്റ് ശ്രീ കെ ശ്രീധരനെയാണ് ഈ കേസ് ഏൽപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. എറണാകുളത്ത് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയി, അദ്ദേഹം താമസിക്കുന്ന ലോഡ്ജിൽ പോയി ഞങ്ങൾ ഈ കേസ് ഏൽപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മോനെ എന്നെക്കൊണ്ട് ഇത് നടത്താൻ പറ്റില്ല എന്ന്. അന്ന് ആസഫ് അലിയോട് നിങ്ങൾ വിളിച്ചു ചോദിക്കണം. ആസഫ് അലിയോട് പോയി ആസഫ് അലിക്ക് ഈ കേസ് ഏൽപ്പിച്ചത് മുതൽ അതിൻ്റെ പിന്നിൽ നിന്നിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ. ആ രക്തസാക്ഷികളുടെ പേരിലാണ് ഞങ്ങളുടെ രക്തം കുടിക്കാൻ ഒരു കൂട്ടം ആളുകൾ ശ്രമിച്ചിട്ടുള്ളത്. ഉണ്ണിത മാത്രമല്ല, ശ്രീ ഫൈസൽ ഇതിനകത്ത് വലിയ റോൾ വഹിച്ചു. ഈ ഫൈസലിനെ DCC പ്രസിഡന്റ് ആക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി പരിശ്രമിച്ചതാണ്. അന്ന് സുധാകരൻ്റെ മേശപ്പുറത്ത് കാസർഗോഡ് ജില്ലയിലെ ഒരു കൂട്ടം നേതാക്കന്മാർ കൊണ്ടുപോയി കൊടുത്ത 2 സ്ത്രീ പീഡന കേസ് ഇദ്ദേഹത്തിനെതിരെ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അന്ന് കെ സുധാകരനോട് പറഞ്ഞു, ഇങ്ങനെയുള്ള കേസുകൾ ഒരാൾ അധികാരത്തിൽ വരുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാക്കുന്നതാണ്, അത് നിങ്ങൾ മാറ്റിവെക്കണം, നിങ്ങൾ ഫൈസലിനെ പ്രസിഡന്റ് ആക്കണം എന്ന് പറഞ്ഞാണ്. കഴിഞ്ഞ ഒരു മാസക്കാലത്തിലധികമായി അദ്ദേഹം ഞങ്ങളുടെ ഫോൺ എടുക്കുന്നില്ല. തിരുവനന്തപുരത്ത് ഉണ്ണിത്താനെ ഭയന്ന് ഈ കേസിലെ ഈ ആളുകൾക്കെതിരെ ഞങ്ങൾക്കെതിരെ പല രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിച്ചു. നിങ്ങൾ പറയുന്നത് KPCC നിയോഗിച്ച 2 സമിതി, രണ്ടംഗ സമിതി, ആ സമിതിയെ ഉണ്ണിത്താൻ ഹൈജാക്ക് ചെയ്തു. ഹൈജാക്ക് ചെയ്തു എന്ന് മാത്രമല്ല, അതിനകത്ത് പറയാൻ പറ്റാത്തൊരു കാര്യം നിയാസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അത് ഞാൻ പിന്നീട് ഒരിക്കൽ പറയാം. അവർ നീലേശ്വരത്ത് വണ്ടി ഇറങ്ങി രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ വീട്ടിൽ പോയി ചായ കുടിച്ച് അദ്ദേഹം പറയുന്ന വാക്കുകൾ പണ്ട് കാളിദാസ മഹാകവിയുടെ പേനയിൽ രാജാക്കന്മാർ മഷി ഒഴിച്ചു കൊടുക്കുന്നത് പോലെ ഉണ്ണിത്താൻ ഒഴിച്ചു കൊടുത്ത മഷി കൊണ്ടാണ് നിയാസ് അന്ന് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ആ റിപ്പോർട്ടിനകത്ത് നിങ്ങൾക്ക് എന്താ ആവശ്യപ്പെടാനുള്ളത്? ഞാൻ ചോദിക്കട്ടെ, ഒരു കമ്മീഷൻ വന്ന ഉടനെ പറയോ ഗുരുതരമായ തെറ്റാണ് ചെയ്തിരിക്കുന്നത്? പറഞ്ഞില്ലേ നിങ്ങളോടന്ന്? പറഞ്ഞു. അതിനുശേഷം കോഴിക്കോട്ടേക്ക് എന്നെ വിളിപ്പിച്ചു. ഞാൻ ഇവിടെ വന്ന് സംസാരിക്കാത്തതിൻ്റെ പേരിൽ കോഴിക്കോട്ട് വിളിപ്പിച്ചു. കോഴിക്കോട്ട് പോയപ്പോൾ സുബ്രഹ്മണ്യൻ ഒന്നും സംസാരിച്ചില്ല. നിയാസ് എന്നോട് പറഞ്ഞു, KPCC സെക്രട്ടറി സ്ഥാനം ഇപ്പം രാജിവെച്ചാൽ നിനക്കെതിരെ നടപടി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ മക്കൾ രക്തസാക്ഷികൾ, ഞങ്ങളുടെ മക്കൾ, ആ മക്കൾക്കെതിരായി ഒരു തെറ്റ് ചെയ്തു എന്ന രീതിയിൽ ഏതെങ്കിലും രീതിയിലുള്ള ധാർമ്മികത ഏറ്റെടുക്കേണ്ടി വന്നാൽ പിന്നെ പൊതുപ്രവർത്തനം നടത്തുന്നതിൽ അർത്ഥമില്ല. ഞങ്ങൾ ആ അർത്ഥത്തിൽ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് KPCC ഇന്നലെ
ടി.യു. രാധാകൃഷ്ണൻ എന്നെ വിളിച്ചു, സംഘടനാ ചുമതലയുള്ള KPCC സെക്രട്ടറി. അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞു KPCC സെക്രട്ടറി സ്ഥാനം രാജിവെച്ചാൽ നടപടിയിൽ നിന്ന് ഒഴിവാകും. ഞാൻ പറഞ്ഞു നിങ്ങൾ നടപടി എടുക്കണം, കാരണം നടപടി എടുത്താൽ മാത്രമേ രാജ്മോഹൻ ഉണ്ണിത്താനെ തുറന്നു കാട്ടാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇതൊരു ടെസ്റ്റ് ഡോസ് മാത്രമാണ്. ഞങ്ങൾ രാജ്മോഹൻ ഉണ്ണിത്താനെ പറഞ്ഞത് വെളിച്ച വിപ്ലവം കാസർഗോഡിന് സമ്മാനിച്ച രാജകുമാരൻ എന്ന് ചർച്ചയിൽ ആദ്യം പറഞ്ഞത് ഞാനാണ്. പിന്നീടാണ് അറിയുന്നത് 236 ഹൈമാക്സ് ലൈറ്റുകളാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ഫണ്ട്, കാസർഗോഡ് ജില്ലയ്ക്ക് കിട്ടിയ ടോട്ടൽ ഫണ്ടിൻ്റെ 70% ഓഫ് ദ ടോട്ടൽ ഫണ്ട് ഹി അലോട്ടഡ് ടു ദിസ് പർട്ടിക്കുലർ പ്രോജക്ട്സ്. എന്താ പ്രോജക്റ്റിൻ്റെ പ്രത്യേകത? ഒരു ഹൈമാക്സ് ലൈറ്റ് കൊടുത്താൽ 1 ലക്ഷം രൂപ കിട്ടും. നിങ്ങൾ അന്വേഷിക്കണം. അത് എനിക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ അത് കൊടുക്കട്ടെ, ഞാൻ തെളിയിക്കും ഹൈമാക്സ് ഇടപാടിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ കാസർഗോഡ് നടത്തിയ അഴിമതി. അദ്ദേഹം പറഞ്ഞു ഞാൻ ഡീസൽ അടിക്കാൻ കാസർഗോഡ് ജില്ലയിൽ നിന്ന് 1 രൂപ പിരിച്ചിട്ടില്ലാന്ന്. അദ്ദേഹം പണം പിരിച്ച ആളുകൾ, ഭീഷണിപ്പെടുത്തിയും അല്ലാതെയും പണം പിരിച്ച ആളുകളുടെ ലിസ്റ്റ് ഈ കാസർഗോഡ് ജില്ലയിൽ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അദ്ദേഹം കാസർഗോഡ് ജില്ലയെ കറന്ന് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ജില്ലയിലെ ആളുകളെ അദ്ദേഹം പ്രത്യേക രീതിയിൽ കാണുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക പദവിയുണ്ടല്ലോ, ഏത് രാജ്മോഹൻ ഉണ്ണിത്താൻ. അദ്ദേഹത്തിന് ഉണ്ണിത്താൻ എന്ന് ചേർക്കാതെ ആരെങ്കിലും വിളിച്ചു പോയാൽ വലിയ പ്രശ്നമാണെന്ന് എന്നോടൊരു KPCC ലീഡർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് അത് മനസ്സിൽ സൂക്ഷിച്ച് കാസർഗോഡിൻ്റെ ജനാധിപത്യ പ്രസ്ഥാനത്തിന് മുകളിൽ ഒരു കാർമേഘമായി നിറഞ്ഞു നിൽക്കുകയാണ് ഉണ്ണിത്താൻ. അതിൻ്റെ ആദ്യ ചുവടാണ് ഞങ്ങളെപ്പോലെ ഈ പ്രസ്ഥാനത്തിന് ചോര നീരാക്കിയ പ്രവർത്തകന്മാരെ പുറത്താക്കിയത്. ഈ നിൽക്കുന്ന ആൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റ്. ഇന്ന് അദ്ദേഹത്തിന് റവന്യൂ റിക്കവറി വന്നിട്ടുണ്ട്, ഇല്ലേ? റവന്യൂ റിക്കവറി വന്നിട്ടുണ്ട്. അതായത് ഈ കേസിലെ പ്രതികൾക്ക് ജാമ്യം നിന്നതിൻ്റെ പേരിൽ 1 ലക്ഷം രൂപ കോടതിയിൽ അടച്ചില്ലെങ്കിൽ സ്വത്ത് കണ്ടുകെട്ടും എന്ന് പറഞ്ഞിട്ടുള്ള റവന്യൂ റിക്കവറി ഇദ്ദേഹത്തിനെതിരെ വന്നിട്ടുണ്ട്. ടി ചവണിയൻ എന്ന് പറയുന്ന മറ്റൊരു സാധാരണ പ്രവർത്തകൻ, വീട്ടിലിപ്പോൾ സുഖമില്ലാതെ കിടക്കുന്ന ഒരു പ്രവർത്തകൻ. അവർ MP വിളിച്ചപ്പോൾ MP പൊട്ടിത്തെറിച്ചു തെറി പറഞ്ഞു. ഇദ്ദേഹം 25 വർഷക്കാലം പുല്ലൂർ പെരിയ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി ജീവിച്ചൊരു മനുഷ്യനാണ്. ഇന്ന് പെരിയ പ്രാഥമിക സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റാണ്. ആ പ്രസിഡന്റ് പദവി മരണാനന്തരം ഒരു ബഹുമതി കിട്ടിയ ആളുണ്ട് ഞങ്ങളുടെ നാട്ടിൽ, വിജിലൻസ് കേസ്. ആ വിജിലൻസ് കേസിൽ പ്രതിയായ ഒരാളുടെ മകളുണ്ട് ഇന്നൊരു സൂപ്പർ സ്റ്റാർ ആയിട്ട് ഇതിനകത്ത്. അവരെ ബാങ്കിൻ്റെ പ്രസിഡന്റ് ആക്കാൻ ഉള്ള നടപടികളാണ് ഇപ്പോൾ ഈ നടപടിക്ക് പിന്നിൽ ഇദ്ദേഹത്തിനെതിരെയുള്ളത്. ശ്രീ രാജേട്ടൻ ഉത്തരമലബാറിലെ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പ്രസിഡന്റാണ്. 145ഓളം ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഓഡിറ്റോറിയം കോൺഗ്രസ്സുകാർക്ക് മാത്രം വാടക കൊടുക്കാൻ പറ്റും എന്ന് എഴുതി വെക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമോ? അപ്പോൾ വളരെ എന്താ പറയുന്നത്, ഒരു നിർമ്മലമായിട്ടുള്ള ഒരു നോർമലായിട്ടുള്ള ഒരു കേസിനെ പറഞ്ഞ് പെരുപ്പിച്ച് അതിൻ്റെ പേരിൽ നടപടിയെടുപ്പിച്ച് ഈ കാസർഗോട്ട് ഒരു അശ്വമേധം നടത്താം എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ആ അശ്വമേധത്തെ പിടിച്ചു കെട്ടാൻ കഴിയുമോ എന്നുള്ളതാണ് നാളെ മുതൽ ഞങ്ങളുടെ അന്വേഷണം.